എവിടെയൊക്കെ ഒന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും അല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിലെ ചാർജ് തീരാറായി എന്നറിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പോരാത്തതിന് ചാർജ് ചെയ്യാൻ വെച്ചാലോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ചാർജ് ഫുള്ളായോ എന്ന് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പെട്ടെന്ന് ചാർജ് ആകുന്നതും 30,000 രൂപയ്ക്ക് താഴെയുള്ളതുമായ 5 ഫോണുകളാണ്. വെൽക്കം ടു ടെക് ടോക്സ്. 100 വാട്ട്സിന്റെ ചാർജിങ്ങുമായാണ് OnePlus Nord 4 വരുന്നത്. 20% മുതൽ 100% വരെ ആകാൻ വെറും 24 മിനിറ്റ് മതി. ബാറ്ററി കപ്പാസിറ്റി 5500 mAh ആണ്. PC മാർക്ക് ബാറ്ററി ടെസ്റ്റ് OnePlus Nord 4ന്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 16 മണിക്കൂറും 58 മിനിറ്റുമാണ്. Qualcomm Snapdragon 7+ Gen 3 ആണ് ചിപ്സെറ്റ്. 6.74 ഇഞ്ച് 1.2 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിന്റെയാണ്. രണ്ടാമത്തെ ഫോൺ പോക്കോ F6. 90 വാട്ട്സിന്റെ ചാർജറുമായിട്ടാണ് പോക്കോ F6 വരുന്നത്. 20% മുതൽ 100% വരെ ആകാൻ വെറും 32 മിനിറ്റ് മതി. ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണ്. PC മാർക്ക് ബാറ്ററി ടെസ്റ്റിൽ പോക്കോ F6ന്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നത് 11 മണിക്കൂറും 43 മിനിറ്റുമാണ്. Qualcomm Snapdragon 8s Gen 3 ആണ് ചിപ്സെറ്റ്. 6.67 ഇഞ്ച് 1.2 120 ഹെർട്സ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിന്റെയാണ്. മൂന്നാമത്തെ ഫോണ് വിവോ V40e. 80 വാട്ട്സിന്റെ ചാർജറുമായാണ് വിവോ V40e വരുന്നത്. 20% മുതൽ 100% വരെ ആകാൻ 42 മിനിറ്റ് മതി. ബാറ്ററി കപ്പാസിറ്റി 5500 mAh ആണ്. PC മാർക്ക് ബാറ്ററി ടെസ്റ്റിൽ വിവോ V40eന്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നത് 15 മണിക്കൂറും 51 മിനിറ്റുമാണ്. MediaTek Dimensity 7300 ചിപ്സെറ്റ്. 6.78 ഇഞ്ച് ഫുൾ HD പ്ലസ് 120 ഹെർട്സ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നാലാമത്തെ ഫോൺ പോക്കോ X6 Pro. 70 വാട്ട്സിന്റെ ചാർജറുമായാണ് പോക്കോ X6 Pro വരുന്നത്. 20% മുതൽ 100% വരെ 47 മിനിറ്റ് മതി. ബാറ്ററി കപ്പാസിറ്റി 5000 mAh. PC മാർക്ക് ബാറ്ററി ടെസ്റ്റിൽ 12 മണിക്കൂറും 25 മിനിറ്റുമാണ് കാണിക്കുന്നത്. MediaTek Dimensity 8300 Ultra ആണ് ചിപ്സെറ്റ്. 6.67 ഇഞ്ച് 1.2 120 ഹെർട്സ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രൈമറി ക്യാമറ 64 മെഗാ പിക്സലിന്റെയാണ്. അഞ്ചാമതായി മോട്ടോറോള എഡ്ജ് 50. 68 വാട്ട്സിന്റെ ചാർജറുമായാണ് മോട്ടോറോള എഡ്ജ് 50 വരുന്നത്. 20 മുതൽ 100% വരെയാണ് 40 മിനിറ്റ് മതി. ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണ്. മോട്ടോറോള എഡ്ജ് 50യുടെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 11 മണിക്കൂറാണ്. Qualcomm Snapdragon 7 Gen 1 ആണ് ചിപ്സെറ്റ്. 6.67 ഇഞ്ച് 1.2 120 ഹെർട്സ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിന്റെയാണ്. ഏത് ഫോണായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം. ബൈ ഫ്രം ബിജു.